ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്കെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ സിനഡ്. വൈദികർക്കും അൽമായ സംഘടനകൾക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണമുണ്ട്. സഭയ്ക്കും കർദിനാളിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി വിരുദ്ധ സംഘടനകൾക്കൊപ്പം ചേർന്ന് സഭയെ തകർക്കാൻ നീക്കം നടത്തിയെന്നും ആരോപണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്കെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ സഭ സിനഡ് രംഗത്തെത്തിയിരിക്കുന്നു. തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ള തരത്തിലൊക്കെയാണ് ആരോപണം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സിനഡിന്റെ ഒരു കുറിപ്പാണ് ഇപ്പോൾ ബിഷപ്പുമാർക്ക് വേണ്ടി വിതരണം ചെയ്തിരിക്കുന്നത്. ആ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് വൈദികർക്കും അതുപോലെ തന്നെ അതിരൂപതയിലെ ചില വൈദികർക്കും അൽമയ സംഘടനകൾക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്. അതേ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പ്രധാനമായും സഭയെ തകർക്കുന്നതിനും അതിരൂപതയെ തകർക്കുന്നതിനുമുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നു. അതിനായി വലിയ തരത്തിലുള്ള പണം ചിലവഴിക്കുന്നു. അതിനു വേണ്ട പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. പലതവണ ഈ അതിരൂപതയിലെ തർക്കവുമായി ബന്ധപ്പെട്ട പല പരിപാടികളും വിമത വിഭാഗം ഇവിടെ നടത്തിയിട്ടുണ്ട്, കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ സഭയ്ക്കും കർദിനാളിനുമെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കരിയിൽ പിതാവിനെ എതിരെയും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഒപ്പം നിർത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ആന്റണി കരിയലിനെ വിമത വിഭാഗം ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഒപ്പം നിർത്തിയത് എന്നും പറഞ്ഞു. അദ്ദേഹം നേരത്തെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷമാണ് ആൻഡ്രൂസ് താഴത്ത് ആ സ്ഥാനത്തേക്ക് വരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ വിമത വിഭാഗം ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഒപ്പം നിർത്തിയതെന്നാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ പല ആളുകൾ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി വലിയ തോതിലുള്ള പണം ചെലവഴിക്കുന്നു. ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത ചില ഡോക്യുമെന്റുകൾ പുറപ്പെടുവിക്കുന്നു. അവ ഈ മേജർ ആർച്ച് ബിഷപ്പിനെയും അതുപോലെ തന്നെ സഭയെയും വലിയ തോതിൽ പിന്നോട്ടടിക്കുന്ന, അവരെ കരിവാരി തേക്കുന്ന തരത്തിലുള്ള ഡോക്യുമെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ആരോപണങ്ങളാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ചില മുന്നേറ്റങ്ങളുടെ അതുപോലെ തന്നെ ചില ഗ്രൂപ്പുകളുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്. അതിരൂപത സംരക്ഷണ സമിതി, അതുപോലെ തന്നെ അൽമയ മുന്നേറ്റം പോലെയുള്ള വിവിധ വിമത ഗ്രൂപ്പുകൾ എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. സ്വാധീനം ഇവർക്ക് ധാരാളം പണവും തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. സഭയെ തകർക്കുവാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച കലൂരിൽ നേരത്തെ ഇവിടെ ഇവർ സമ്മേളനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിൽ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ചില പരിപാടികൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. ഇതിനെല്ലാം തന്നെ പണം ലഭിക്കുന്നത് തീവ്രവാദ ബന്ധമുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണ് എന്നും ഈ വിഷയത്തിൽ ഈ ഗ്രൂപ്പിൽ ഇവരുടെ സിനഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ സഭയിലെ മറ്റ് വിശ്വാസികളെയും വിമത വിഭാഗത്തിനെതിരെയും ആഞ്ഞടിക്കുന്ന രീതിയിലുള്ള ഒരു കുറിപ്പാണ് ബിഷപ്പുമാർക്ക് സിനഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. വിമതർക്കെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ സിനഡ്. വൈദികർക്കും അൽമായ സംഘടനകൾക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണമാണ് എത്തിയിരിക്കുന്നത്. സഭയ്ക്കും കർദിനാളിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി വിരുദ്ധ സംഘടനകൾക്കൊപ്പം ചേർന്ന് സഭയെ തകർക്കാൻ നീക്കം നടത്തിയെന്നും ആരോപണമുണ്ട്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അശ്വതി നൽകിയത്.